വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി മരിച്ചു. പുൽപ്പള്ളി കൊല്ലിവയലിൽ എത്തിയ കർണാടക കുട്ട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇത് റിസർവ് ഫോറസ്റ്റിനകത്താണ് ഈ വിഷ്ണു എന്ന ഈ കർണാടക കുട്ട സ്വദേശി ഈ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായതെന്ന് തോന്നുന്നു, അല്ലേ? അത് അങ്ങനെ കേൾക്കുന്നതാണോ വസ്തുത? അതാണ് വസ്തുത. റിസർവ് ഫോറസ്റ്റിന്റെ അകത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വയനാട് പുൽപ്പള്ളിയിലാണ് ഈ ഒരു സംഭവം. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊല്ലിവയൽ കോളനിയിലെത്തിയ കർണാടക കുട്ട സ്വദേശിയായ 22 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചിരിക്കുന്നത്. പാതിരി റിസർവ് വനമേഖലയാണ് ഈ പ്രദേശം. അവിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കൊല്ലിവയൽ ഭാഗത്ത് വിഷ്ണുവിന്റെ ബന്ധുക്കൾ താമസിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പ്രദേശത്ത് അടയ്ക്ക പറിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിഷ്ണു എത്താറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇദ്ദേഹം ഇവിടെ എത്തി കബനി നദി കടന്ന് പിന്നീട് കർണാടകയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിക്കേറ്റ വിഷ്ണുവിനെ റോഡിലെത്തിക്കുകയും തുടർന്ന് വനംവകുപ്പിന്റെ തന്നെ ജീപ്പിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കും. നാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം ഈ നാളെ നടക്കുന്ന സംസ്കാരത്തിന് തൊട്ടു മുമ്പായി 5 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം കുടുംബത്തിന് കൈമാറുമെന്ന് വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ അറിയിച്ചു. മറ്റ് ബന്ധുത്വ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കുന്ന മുറയ്ക്ക് അടുത്ത 5 ലക്ഷം കൂടി കുടുംബങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. കർണാടകയിലാണ് വിഷ്ണുവിന്റെ കുടുംബമുള്ളത്. എന്തായാലും ബന്ധുക്കളെല്ലാം തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, അതിദാരുണമായ ഒരു സംഭവം. അത് പുൽപ്പള്ളി കൊല്ലിവയലിൽ നിന്നാണ് വരുന്നത്. അവിടെ എത്തിയ കർണാടക കുട്ട സ്വദേശി വിഷ്ണുവാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.